إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير كلام الله وسنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ألم نجعل له عينين ولسانا وشفتين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹാദരനേരാവുന്ന പ്രിയ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും അഖില ചലാചലങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നീട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാവുന്ന നിങ്ങളോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ സുന്ദരമാകുന്ന ഈ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഗേഹമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയെല്ലാം നാം ചെയ്തു കൂട്ടിയ സർവ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹനീയമായ കാരുണ്യത്താൽ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്ത് നാം ജീവിക്കുമ്പോൾ ഓരോ നോക്കിനും ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും നാളെ പടച്ചവന്റെ കോടതിയിൽ തക്കതായി ഉത്തരം പറയേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച് മരിച്ചു പോകുവാൻ നാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും, അല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ ഉദരം മുതൽ ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആസ്വദിച്ച സർവ്വസുഖങ്ങളും മനസ്സിലാകണ്ടോ. അതിപ്പോ സാമ്പത്തികപരമായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിക്കോട്ടെ, ആരോഗ്യപരമായിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് എണ്ണിയെടുത്ത് പറയാനില്ല. എന്തൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ ഇതെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞൊരുക്കി തന്ന അനുഗ്രഹങ്ങളാണ്. മനസ്സിലാകണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെറുതെ തന്നാണ് ഇതൊക്കെ. എന്നാൽ സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയല്ലോ. ഇതൊക്കെ നൽകിയപ്പോൾ പടച്ച തമ്പുരാൻ ഒരു ഒറ്റ കാര്യമേ റബ്ബ് നമ്മളോട് ചോദിക്കണുള്ളൂ. മനസ്സിലാകണ്ടോ? വലിയ ആനത്തല കാര്യം റബ്ബ് നമ്മളോട് ചോദിക്കുന്നില്ല. റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഏക കാര്യം എന്താണെന്നറിയോ? അത് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹ് പറയണോക്ക് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരെ വഷ്കുറൂനി, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാവണട്ടോ എന്നേ പറയുന്നുള്ളൂ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നല്ല മനുഷ്യന്മാരായി പടച്ച തമ്പുരാനോട് നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് മാത്രമേ റബ്ബ് നമ്മളോട് ചോദിക്കുന്നുള്ളൂ. മനസ്സിലാവുണ്ടോ? എന്നാൽ ആ പടച്ച തമ്പുരാൻ പറയുന്നത് പോലെ നമ്മൾ എത്ര കണ്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കാം. എത്ര കണ്ട് പടച്ച തമ്പുരാന്റെ വാക്കിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക എന്നുള്ളത്. സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നൊരു അനുഗ്രഹമാണ് ഈ നാവ് എന്ന് പറയുന്ന സാധനം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹ് പറയണേ, അലം നജ്അൽ ലഹു ഐനൈൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല. അള്ളാഹ് തന്നതാണ്. ഒന്ന് ആലോചിച്ചു. അള്ളാഹ് തന്നൊരു അനുഗ്രഹമാണ് കണ്ണ് പറയുന്ന സാധനം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പറഞ്ഞു വലിസാനം വശഫതൈൻ, ഒരു നാവും അതേപോലെ തന്നെ രണ്ട് ചുണ്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ എന്നുള്ളത്. എന്തുകൊണ്ടാണ് സത്യവിശ്വാസികളെ ഈ നാവിന്റെ കൂടെ ചുണ്ടിനെ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളെപ്പോഴും സംസാരം എന്നുള്ള നിരക്ക് നാവിന് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ രണ്ട് ചുണ്ടും കൂടി അതിൻ്റെ ഒപ്പം വേണം. നമ്മുടെ ചുണ്ടിന് എന്തെങ്കിലും കേട് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസാരം ശരിയാവില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യിച്ചിട്ട് വീട്ടിലൊക്കെ പോയിട്ട് ചുണ്ട് അനക്കാതെ ഒന്ന് സംസാരിച്ച് നോക്കി നോക്ക്. നമ്മൾ പറയണത് മനസ്സിലാവൂല. മനസ്സിലാവണ്ട? അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ നാവ് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ആ നാവിന്റെ സംസാരം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് നൽകിയത്? ഈ ചുണ്ട് എന്ന് പറയുന്ന സാധനം കൂടി നൽകിയത്. എന്തൊക്കെയായാലും ഈ നാവിനാണല്ലോ, ഈ നാവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി തന്ന ഈ നാവുണ്ടല്ലോ, പടച്ച തമ്പുരാൻ പറഞ്ഞൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറമായിക്കൊണ്ട് ഈ നാവിനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം എന്നുള്ള ഈ നാവ് ഏറ്റവും വലിയ വിപത്തായി മാറും എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിപത്തായി മാറും. ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അത് കുടുംബത്തിലായിക്കോട്ടെ കൂട്ടുകാർക്കിടയിലായിക്കോട്ടെ, ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നാവ് കൊണ്ടുള്ള അനാവശ്യപരമായിട്ടുള്ള ഉപയോഗമാണ്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകള് എവിടെയും തോറ്റു കൊടുക്കൂല. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് പകുതി മുക്കാൽ ആളുകളും. ഇന്ന് എല്ലാവർക്കും മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിച്ചാൽ മതി, അല്ലേ?
ഇന്ന് ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇന്ന് ഇങ്ങോട്ട് 2 പറഞ്ഞാൽ 10 അങ്ങോട്ട് പറയും. എന്നാൽ നേരെ മറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പടച്ചവന്റെ തൃപ്തി ആഗ്രഹിച്ച് ആരെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ഒരാളും മിണ്ടാതിരിക്കൂലല്ലോ. എല്ലാവർക്കും മനുഷ്യന്മാരുടെ മുമ്പിൽ വലിയ ആളാവണം അല്ലേ? അല്ലാതെ അള്ളാന്റെ മുമ്പിൽ ആളാവണം എന്നല്ല പകുതി മുക്കാൽ ആളും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് മനുഷ്യന്മാരെ എല്ലാവിധ പ്രശ്നങ്ങളും കുടുംബത്തിലായിക്കോട്ടെ, കൂട്ടുകാർക്കിടയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അള്ളാന്റെ തൃപ്തി അള്ളാന്റെ തൃപ്തി നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ടോ, അക്സറു ഖതായ ഇബ്നു ആദം ഫിൽ ലിസാനിഹിന. അള്ളാന്റെ റസൂൽ പറയണുണ്ടോ, ആദമിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ തിന്മകൾ ഉണ്ടാവാൻ കാരണം അവന്റെ നാവാണ് എന്നുള്ളതാ. അവന്റെ നാവ് അവൻ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ കണ്ട തിന്മകളും ഈ കണ്ട പ്രയാസങ്ങളെല്ലാം തന്നെ ഉണ്ടാവാൻ കാരണം എന്നുള്ളതാ. ഒരിക്കലേ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ടേ, നാവ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തിൽ പെട്ടതാണ് എന്ത്? നാവ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതിന്റെ വലിപ്പം ചെറുതാണ്, അഥവാ നാവിന്റെ വലിപ്പം ചെറുതാണ്, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് വലുതാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ആരാ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണമെന്നുള്ളതാ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ഈ കുടുംബ ബന്ധം മുറിയാനൊക്കെ ചെറിയൊരു വർത്താനം ഉണ്ടായാൽ മതി അല്ലേ? എന്തെങ്കിലും ഇപ്പൊ മൂത്താപ്പ എളാപ്പൊക്കെ ഉള്ള ഒരു സദസ്സില് നമ്മൾ ചാടി കയറി ഒരു വർത്തമാനം പറഞ്ഞാൽ മതി, അതോടുകൂടി എന്തായി, ആ കുടുംബ ബന്ധം മുറിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയണത്, നാവിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ചിന്തിച്ചിട്ടേ ആ നാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ബുദ്ധി ഉള്ളവന്റെയും ബുദ്ധി ഇല്ലാത്തവന്റെ അടയാളത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവന്റെ നാവുണ്ടല്ലോ എപ്പോഴും ഹൃദയത്തിന്റെ ബാക്കിലായിരിക്കുന്ന. ബുദ്ധിയുള്ളവന്റെ നാവ് എപ്പോഴും ഹൃദയത്തിന്റെ ബാക്കിലായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, ബുദ്ധിയുള്ളവനൊന്ന് ചിന്തിക്കും, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കും. എന്നിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് അവൻ മനസ്സിലാക്കും. എന്നിട്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭവിഷ്യത്ത് ഉണ്ടാവും എന്ന് അവൻ ചിന്തിക്കും. ചിന്തിച്ചതിന് ശേഷമേ ബുദ്ധിയുള്ളവൻ സംസാരിക്കുള്ളൂ. എന്നാൽ ബുദ്ധി ഇല്ലാത്തവനെ കുറിച്ച് എന്താ പറഞ്ഞത്, അവന്റെ ഹൃദയത്തിന് മുമ്പിലായിരിക്കും നാവ് എന്നുള്ളതാ. എല്ലാണ്ട് വിളിച്ചു പറയും. ദേഷ്യം വരുമ്പോ ആരാണ്, ഉമ്മയാണോ വാപ്പയാണോ കുടുംബക്കാരോ ഒന്നും ഉണ്ടാവൂല, എല്ലാണ്ടായിട്ട് വിളിച്ചു പറയും. അവസാനം ആകെ പ്രശ്നമായി അടിച്ച് പിരിഞ്ഞതിന് ശേഷം ചിന്തിക്കും, എന്തേ വേണ്ടിന്നില്ല അല്ലേ, അങ്ങനെ പറയേണ്ടിന്നില്ല അല്ലേ. അങ്ങനെ പലർക്കും നമ്മക്കടക്കം തോന്നിയിട്ടില്ലേ? അതാണ് പറഞ്ഞ, ബുദ്ധി ഇല്ലാത്തവന്റെ അടയാളമാണ് എന്ത്, അവന്റെ ഹൃദയത്തിന് മുമ്പിലായിരിക്കും നാവ് എന്നുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ ആരോട് എന്ത് സംസാരിക്കണമെങ്കിലും, നമ്മൾ എന്ത് രഹസ്യം പറയണമെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭവിഷ്യത്താകുമോ എന്ന് ചിന്തിച്ച് ഒരു 100 തവണ ചിന്തിച്ചോ, എന്നിട്ടേ ഒരു കാര്യം നമ്മൾ ആരോടും പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് നല്ലതാണെങ്കിലും ശരി, അത് കെട്ടതാണെങ്കിലും ശരി. ഇനി അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഈ നാവുണ്ടല്ലോ, ഈ നാവിനെ കുറിച്ച് ഖുർആനും സുന്നത്തും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ ഖുർആനും സുന്നത്തും നാവിനെ കുറിച്ച് പഠിപ്പിച്ച ഏതാനും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, അതെന്തോ ആയിക്കോട്ടെ പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. ഇന്ന് മുതൽ എന്ത് ചെയ്യണം, ഈ ഖുർആനും സുന്നത്തും എങ്ങനെയാണോ നാവിനെ ഉപയോഗിക്കാൻ പറഞ്ഞത് ആ നിരക്കേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലാവണ്ടോ? അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ, ദുനിയാവും ആഖിറവും നമുക്ക് പോയി കിട്ടും എന്നുള്ളത്. നിങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ആൾക്കാർ വിളിച്ചു പറയും, എന്ത് അവൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. മനസ്സിലാവണ്ടോ? ചില പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവന്റെ തലയിൽ ഇത് കൊണ്ടിടും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറയണത്, നാവിനെ നല്ലോണം സൂക്ഷിക്കണം എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ടേ, നാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അഥവാ അവന്റെ സംസാരത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ പൂർത്തിയാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാം ഒന്നും പറയാൻ നിൽക്കരുത്. അതാണ് റസൂൽ പറയുന്നുണ്ടോ, ലാ യസ്തഖീമു ഈമാനുൻ അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമു ലിസാനുഹു. അതാണ് റസൂൽ പറയണേ, ലാ യസ്തഖീമു ഈമാൻ, ഒരാളുടെ വിശ്വാസം ശരിയാവില്ല എന്നുള്ളതാ. മനസ്സിലായോ? ഒരാളുടെ വിശ്വാസം ശരിയാവില്ല ഏതുവരെ, ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവാതെ. നമ്മൾ ഈ പുറംപോടി മാത്രം നന്നാക്കിക്കൊണ്ട് കാര്യമില്ല മനുഷ്യന്മാരെ. അന്ന് എങ്ങോട്ട് അറിയാം നോക്കുക, മനുഷ്യന്മാരെങ്ങോട്ട് നോക്കുക. മനുഷ്യന്മാരിങ്ങനെ പുറംപോടി നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ,
ഒരു ഈമാനികപരമായിട്ടുള്ള ലുക്ക് ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അല്ലേ, ഒരു ഈമാനികപരമായിട്ടുള്ള കോലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവൻ്റെ ഉള്ളു പോക്കായിരിക്കും. ചിലപ്പോൾ നമുക്ക് ചീത്തയായി തോന്നുന്ന ചില ആളുകളുണ്ടല്ലോ, അവരായിരിക്കും സത്യത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാര്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, മനുഷ്യരെ അള്ളാഹ് നോക്കുക നിങ്ങളുടെ സമ്പത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുക നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നുള്ളതാ. മനസ്സിലാണ്ടോ? നമ്മുടെ പ്രവർത്തനത്തിലേക്കാണ് നോക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നാക്കിയിടേണ്ടത് എവിടെയാണ്? ഹൃദയമാണ് നമ്മൾ നന്നാക്കിയിടേണ്ടത്. മനസ്സിലാവണ്ടോ? അവിടെ ഒരു തരത്തിലുള്ള വേണ്ടാത്ത തിന്മകൾ വന്നാൽ തന്നെ എന്ത് ചെയ്യുക, അതിന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് അത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം എന്നുള്ളതാ. അത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ജോലിക്ക് കയറി വിചാരിക്കും, ആ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ മാനേജർ എപ്പോഴും നോക്കുന്നൊരു സ്ഥലം, ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും വൃത്തിയാക്കിയിടും. കാരണം എന്താ, അതെങ്ങാനും മോശമാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ മാനേജറിന്റെ വായിരിക്കണൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ശരിയല്ലേ? എന്നാൽ ഇതേപോലെ തന്നെ സത്യവിശ്വാസികൾ എല്ലാം തന്ന റബ്ബ്, ആ റബ്ബ് നോക്കുന്ന സ്ഥലമാണ് ഹൃദയം. ഇതൊന്നും നമുക്ക് നന്നാക്കിയിട്ടൂടെ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അറിയോ, എൻ്റെ മനസ്സ് എപ്പോഴും ഞാൻ ക്ലിയർ ആക്കിയിടും. എനിക്ക് ആരോടും പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ആ നില എന്തുകൊണ്ടാ കാരണം, എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ല. എൻ്റെ റബ്ബിന്റെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി എന്നുള്ള നിലക്ക് അത് നന്നാക്കിടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറയുന്നുണ്ടോ, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു. ഒരു മനുഷ്യന്റെ ഹൃദയം നന്നാവാത്ത കാലത്തോളം അവൻ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, അവൻ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല, അവൻ എത്ര ദാനധർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അവൻ എത്ര പള്ളികളുടെ മുമ്പിൽ നിന്നിട്ടും കാര്യമില്ല, അവന്റെ ഈമാൻ ശരിയാവൂല. ഫസ്റ്റ് ഇത് ക്ലിയർ ആക്കണം, മനസ്സ് ക്ലിയർ ആക്കുക. എന്നിട്ട് പറയുന്നുണ്ടേ ഇനി മനസ്സ് നന്നാവൂല, മനസ്സ് നന്നാവൂല, ഒരു സാധനം നന്നാവൂല. എന്തറിയോ, വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമു ലിസാനുഹു. അല്ലാഹു റസൂൽ പറയുന്നുണ്ടോ, ഒരാളുടെയും ഹൃദയം നന്നാവില്ല എന്നുള്ളതാ ഏതുവരെ, അവന്റെ നാവ് നന്നാവാത്ത കാലത്തോളം എന്നുള്ളതാ. മനസ്സിലാവണ്ട? അപ്പൊ ഇത് ഈ ഹദീസ് നേരെ തിരിച്ചു ചിന്തിക്ക്. നമ്മളിപ്പോ ഇങ്ങനെ തുടക്കത്തിൽ നിന്നാണ് അർത്ഥം വെച്ചു പോയത്, ഇത് നേരെ ബാക്കിൽ നിന്ന് മോളിക്ക് അർത്ഥം വെച്ച് നോക്കി നോക്കുക. അഥവാ ഒരു മനുഷ്യന്റെ നാവ് നന്നായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയം നന്നായി, അവന്റെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവന്റെ ഈമാനും നന്നായി എന്നുള്ളത്. അപ്പൊ ഏത് നന്നാവേണ്ടത്? മെയിന് നാവാണ് നന്നാവേണ്ടത്. മനസ്സിലാവണ്ടോ? ഇനി ഒരു മനുഷ്യൻ അതേപോലെ തന്നെ നമുക്ക് ചില ആൾക്കാരെ സംസാരത്തിലൂടെ എന്ത് മനസ്സിലാക്കാം, അവൻ ഈമാനിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ, അവരെപ്പോഴും പൊട്ടിത്തെറിക്കൂല, അവർ എല്ലാത്തിനും ഒരു ശാന്തത ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസമുള്ള ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും, നല്ല വാക്കേ സംസാരിക്കുള്ളൂ. ഇപ്പൊ ഇവരോട് മോശമായി സംസാരിച്ചാലും, ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ വന്നിട്ടേ കുറെ അനാവശ്യം പറഞ്ഞു വിചാരിക്കും, നമ്മൾ എന്താ ചെയ്യാ? ആരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ തിരിച്ചെന്തേലും പറയും അല്ലേ? പക്ഷെ അവിടെ എന്താ അള്ളാഹ് പറഞ്ഞെന്നറിയോ, ഇതൊക്കെ ഒറിജിനൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയണമെങ്കിലേ നമ്മളെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നോക്കണം. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒറിജിനൽ ആണോ. ഇപ്പൊ നമ്മൾ മാന്യന്മാരാ, പക്ഷെ നമ്മളാരെങ്കിലും ഒന്ന് വേദനിപ്പിച്ച് നോക്കി നോക്കട്ടെ, നമ്മൾ എന്തെങ്കിലും പറയാം, അപ്പൊ തന്നെ മനസ്സിലായിക്കോ നമ്മുടെ വിശ്വാസമൊക്കെ എന്ന് പറഞ്ഞ പേരിനുള്ള മനുഷ്യന്മാരെ. അള്ളാഹ് പറഞ്ഞെന്താ അറിയാം, വിവരമില്ലാത്ത മനുഷ്യന്മാര് നിന്നോട് വിവരമില്ലാത്ത വല്ല വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു പറയല്ല വേണ്ടത്, കാലു സലാമ, അവരോട് സലാം പറഞ്ഞ് തിരിച്ചു പോകണം എന്നുള്ളതാ. അവിടുന്ന് എത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യണം, പിരിഞ്ഞു പോകണം എന്നുള്ളതാ. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്ക് സ്വർഗമാണെങ്കിൽ, അള്ളാന്റെ ബർക്കത്ത് ദുനിയാവിലും ആണെങ്കിൽ, ജീവിതം ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, അള്ളാഹു പറഞ്ഞതുപോലെ അവിടുന്ന് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണേ അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയകുൽ ഖൈർ ഔ ലിയസ്മുത്. അള്ളാഹു റസൂൽ പറയുന്നത്, ആരെങ്കിലും പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന്മാരെ നമ്മൾ എന്തിനാ നിസ്കരിക്കണത്? ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ, പരലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ, ദുനിയാവിൽ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അള്ളാഹിനൊരു കാവലുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. ആ മനുഷ്യരാവുന്ന നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ പറയണേ, നിങ്ങൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫൽയകുൽ ഖൈർ, നല്ലത് പറയാ. മനസ്സിലാവണ്ടോ? നമ്മൾ നമ്മുടെ സൈഡ് എപ്പോഴും ക്ലിയർ ആക്കിയിട്ടാൽ മതി. മറ്റുള്ളവരെ മനുഷ്യന്മാരെ നമുക്ക് നന്നാക്കാൻ പറ്റൂല, മറ്റുള്ളവരെ നമുക്ക് നന്നാക്കാൻ പറ്റൂല. അത് എപ്പോഴും മനസ്സിലാക്കും. നമ്മളെ നന്നാക്കാൻ, സത്യം പറഞ്ഞാലേ നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചോക്കണി. നമുക്ക് നമ്മളെ നന്നാക്കാൻ തോന്നുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇന്നത്തെ മനുഷ്യന്മാർക്ക് സ്വന്തത്തെ തന്നെ നന്നാക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ആരാണ് നന്നാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടാ നമ്മളെ നന്നാക്കുക. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഫൽയകുൽ ഖൈർ, നീ സംസാരിക്കണേ, നല്ലത് പറ. ഇങ്ങോട്ട് മോശമായി പറയുന്നതെങ്കിലും നീ നല്ലത് പറ. കാരണം എന്താ, നീ മുസൽമാനാണെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. എന്നിട്ട് പറയണേ, അവൽ യസ്മുത്, ഇനി നിനക്ക് നല്ലത് പറയാൻ പറ്റണില്ല, നമുക്ക് ദേഷ്യം ഇങ്ങനെ കടിച്ചു നിൽക്കണേ,
അപ്പൊ എന്താ ചെയ്ത് വലിയ സ്മൂത്ത്, നീ മിണ്ടാതിരിക്കും. അതാണ് നമ്മളവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലാണ്ടോ? അപ്പൊ മനസ്സിലായിക്കോ, നമുക്ക് ദേഷ്യം വരുമ്പോ സങ്കടം വരുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലത് മാത്രമേ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ വിശ്വാസം പൂർണ്ണമാകാൻ അത് കാരണമാകുന്നുള്ളത്. അപ്പൊ സത്യവിശ്വാസികൾ എപ്പോ എന്ത് മനസ്സിലാക്കുക, നമുക്ക് നല്ലത് മാത്രം പറയുക. ആ നല്ലത് മാത്രം പറയുമ്പോഴേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകൂ എന്നുള്ളത്. എന്തിനാ വിശ്വാസം പൂർണ്ണമാക്കുന്നത്? എന്തിനാ വിശ്വാസം പൂർണ്ണമാക്കണമെന്ന് അറിയാം? ആ വിശ്വാസം പൂർണ്ണമായാലേ മനുഷ്യന്മാരെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലത്തെ ഡോറ്, ആ ഡോറിന്റെ കീ നിങ്ങളുടെ കയ്യിലുണ്ട് വിചാരിക്കുക. അതെങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് അതിലത്തെ രണ്ട് പല്ല് പൊട്ടിപ്പോയി എന്നും വിചാരിക്കുക. പിന്നെ ആ ലോക്കിൽ നമ്മൾ ആ താക്കോൽ എത്ര ഇട്ട് തിരിച്ചാലോ തുറക്കൂല. കാരണം എന്താ? അതിന്റെ പല്ല് പൊട്ടിപ്പോയി അല്ലേ? ഇതേപോലെ തന്നെയാണ് അവസ്ഥ. നമ്മുടെ ഈമാൻ ഇപ്പൊ ചിലപ്പോൾ 99% ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാവ് നല്ലതല്ലെങ്കിൽ മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ കേറ്റില്ല എന്നുള്ളതാ. അപ്പൊ ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാണ്ട്? ആര് എന്ത് ഇങ്ങോട്ടെന്ത് പറഞ്ഞാലും നമ്മൾ അവനെ പോലെ എന്ത് ചെയ്ത് ജാഹിൽ കണ്ട അള്ളനെ ഉപയോഗിച്ചോണ്ട ജാഹിൽ എന്നാ, വിവരം കെട്ടവൻ. അതായത് വിവരം കെട്ട മനുഷ്യന്മാരുടെ സ്വഭാവം ആർക്കുണ്ടാകാൻ പാടില്ല, നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താ നമ്മൾ ചിന്തിക്കുക, ഇവൻ ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഞാൻ തിരിച്ചു പറയായിരുന്ന മോശാവൂലേ, ഞാനൊരു ആണല്ലാതാവില്ലേ. പോരാത്തതിന് കുറച്ച് ആൾക്കാർ ഒപ്പം നിന്നിട്ട് എന്ത് പറയും, രണ്ടെണ്ണം പറയടാവനെ, ഈ ഒരു ആൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ പല പിരിയും കയറ്റും. മനുഷ്യന്മാരൊക്കെ ശ്രദ്ധിച്ചോ, ഇതൊക്കെ ഷെയ്ത്താനൊരു പിടുത്താണ്. ഇത് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അവിടെ തീരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ആ കേൾക്കുന്ന ആൾ ചിലപ്പോൾ പക വീട്ടും. മനസ്സിലാവുണ്ടോ? അത് പല കോലത്തിലും പക വീട്ടും. ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കളുടെ നേരെ പക വീട്ടും, നമ്മുടെ കുടുംബത്തിന്റെ നേരെ പക വീട്ടും. അപ്പൊ അതിനേക്കാൾ നല്ല എന്താ, ഒന്നും മിണ്ടാതിരുന്ന നമുക്ക് അള്ളാഹിന്റെ മുമ്പിൽ ജയിച്ചാൽ പോരെ. ഈ മനുഷ്യന്മാരാവുന്ന നിസ്സാരന്മാരാവുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അപ്പൊ ഒരു കാര്യം മനസ്സിലായിക്കോ, നമ്മുടെ നാവ് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നാവിനെ സൂക്ഷിച്ചാൽ മനുഷ്യന്മാരെ സ്വർഗം കിട്ടുന്നുള്ളതാണ്. നാവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയണ മനുഷ്യരെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നുള്ളത്. അതല്ലേ നമുക്ക് വേണ്ടത്? അല്ലാതെ ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ കുറെ ജയിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഇന്ന് നമ്മൾ നല്ലത് ചെയ്ത് അവരിങ്ങനെ കയ്യോട്ടും, മാഷാ അല്ലാഹ് ഉഷാറാണല്ലോ എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്ന് നോക്കട്ടെ, ആ മനുഷ്യരുണ്ടല്ലോ, നമ്മൾ അത്രയും കാലം ചെയ്ത നന്മകളൊന്നും അവർ കാണൂല. അവരെന്താ പറയാ, കണ്ടില്ലേ ആ ചെക്കൻ തീരെ ശരിയല്ല. അതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഈ മനുഷ്യന്മാരെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മൾ ജീവിക്കണോ? അതാ പറഞ്ഞ അള്ളാന്റെ തൃപ്തി, അള്ളാന്റെ സ്വർഗ്ഗം. അള്ളാന്റെ റസൂൽ പറഞ്ഞു നോക്ക്, അള്ളാന്റെ റസൂൽ പറയണേ, ആരെങ്കിലും താടിയല്ലുകൾക്കിടയിലുള്ള ഒരു അവയവുണ്ട്, അഥവാ നാവ്, ആ നാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ള ഒരു അവയവുണ്ട്, അഥവാ ഗുഹ്യസ്ഥാനം, ലൈംഗിക അവയവം. ഈ ലൈംഗിക അവയവത്തെയും അതേപോലെ തന്നെ താടിയല്ലിനെയും ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ, അതിനെ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലും പറയണേ, അൽമല്ലഹു ജന്ന, അവൻക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണെന്ന്. ഒന്ന് ആലോചിച്ചോക്കെ, അവനക്ക് സ്വർഗം കിട്ടുന്ന. അപ്പൊ എന്താ, ഇത് വലിയ പണിയൊന്നും ഇല്ലല്ലോ, മിണ്ടാതിരിക്കുക, അതന്നെ ഏറ്റവും വലിയ സുഖം. അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനം, അത് അള്ളാഹു സുബ്ഹാനഹു ലൈംഗികവയം, അത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കുക. ഒരു തലവേദന നമുക്ക് ദുനിയാവിലും ഉണ്ടാവൂല, ആഖിറത്തിലും ഉണ്ടാവില്ല എന്ന്. അപ്പൊ ചിന്തിക്ക്. അപ്പൊ നമ്മൾ ഇനി പോരാത്തതിന് ഈ തർക്കം ഉണ്ടാവുമല്ലോ, ഈ തർക്കത്തിന്റെ സമയത്ത് നമ്മളൊരു ഹദീസ് ചിന്തിക്കണം. എന്താണെന്നറിയോ? ഞാൻ എപ്പോഴും പറയാറില്ലേ, മനുഷ്യന്മാരുടെ മുമ്പിലല്ലേ നമ്മൾ ജയിക്കണമെന്ന് പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടേ, ഇപ്പൊ രണ്ടാൾക്കാർ തർക്കിക്കുക, ആ രണ്ടാൾ തർക്കിക്കുമ്പോ ഇപ്പൊ ഞാനും വേറൊരാളാണ് തർക്കിക്കണമെന്ന് വിചാരിച്ചോ, അപ്പൊ ഇന്റെ ഭാഗത്താണ് ശരി, എന്നിട്ട് ഞാൻ അവിടെ തോറ്റു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയണ, ഈ മനുഷ്യന് നാളെ പരലോകത്ത് അള്ളാഹ് എന്തൊരു കൊടുക്കുക, സ്വർഗത്തിലെ സുന്ദരികളാകുന്ന ഹൂറിമാരെങ്ങനെ മുമ്പിൽ നിർത്തും അത്രേ, ഹൂറിമാരെങ്ങനെ മുമ്പിൽ നിർത്തുന്നുള്ളതാ. എന്നിട്ട് ഈ മനുഷ്യനോട് പറയത്രേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയാണോ നിനക്കിതിൽ ഇഷ്ടപ്പെട്ടത് അവളുമായിട്ട് നീ ജീവിച്ചു കൊള്ളുക എന്ന് പറയത്ര. ആർക്ക്? തർക്കിക്കുന്ന നേരത്ത് മിണ്ടാതിരിക്കുന്നവന് നാളെ പരലോകത്ത് കിട്ടണം. ഇവിടെ നമ്മൾ തർക്കിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോണത്? അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അള്ളാന്റെ സൈഡ് ചിന്തിക്കുക, അല്ല മനുഷ്യന്മാരുടെ സൈഡ് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആകെ തല്ലിപ്പൊളിയാവുക. നേരെ മറിച്ച് അള്ളാന്റെ മുമ്പിൽ എനിക്ക് ജയിക്കണം, അള്ളാന്റെ മുമ്പിൽ ജയിക്കണം മാത്രം ജീവിച്ചു നോക്കിയോക്ക, നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമതായി പറഞ്ഞെന്താ, നാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരും എന്നുള്ളതാണ്. ഇനി മൂന്നാമത് പറഞ്ഞെന്താ അറിയോ, നല്ലത് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാർ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ ബഹുമാനിക്കും എന്നുള്ളതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടോ, കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. നബിയെ, അവരാവുന്ന ദാസന്മാരോട് താങ്കൾ പറയുക, എന്ത്? യഖൂലുല്ലതി ഹിയ അഹ്സൻ. അവര് സംസാരിക്കുകയാണെങ്കിൽ, അല്ലാണ്ടിട്ട് നമ്മളോടാണ് അല്ല പറയണത്, മനുഷ്യരെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ
നല്ല വാക്ക് സംസാരിക്കുന്നുള്ളത്. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. ചില ആൾക്കാരൊക്കെ സ്വഭാവങ്ങൾ കണ്ടുകൊണ്ടാ ഈ കുത്തുവാക്ക് ഉപയോഗിച്ചിട്ട് കളിയാക്കിയിട്ട് അതെങ്ങനെ ബോഡി ഷേമിങ്, ഇങ്ങനെ കറുത്ത് വെളുത്ത് തടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഇതൊന്നും ഒരു നല്ല മനുഷ്യന് യോജിച്ച പണിയല്ല കേട്ടോ. എപ്പോഴും മനസ്സിലായിക്കോ. അള്ളാ എന്താ പറഞ്ഞത്? അവര് സംസാരിക്കണേ നല്ലത് സംസാരിക്കട്ടെ. അവർ സംസാരിക്കണേ നല്ലത് എന്നിട്ട് പറയണേ ഇനി ചീത്ത വർത്തമാനം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാന്നറിയോ? അതും അള്ളാ പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ഇന്ന ശൈത്താന യൻസഉ ബൈനഹും. കണ്ടോ, അതിലെ രണ്ടാളെ പേര് ഇന്ന ശൈത്താൻ. തീർച്ചയായും പിശാചിന്റെ പണി എന്തറിയോ? യൻസഉ ബൈനഹും, നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏക പണി എന്നുള്ളതാ. ഇപ്പൊ ഏട്ടനും അനിയനും നല്ല സ്നേഹത്തിൽ കഴിയിക്കും, അതിന്റെ ഇടയിൽ പിശാച് വരും. മനസ്സിലാവും. എന്നിട്ട് പിശാചിന്റെ പണി എന്തറിയോ? ഈ സ്നേഹത്തോടെ കഴിയുന്ന ഏട്ടനെ അനിയൻ തല്ലിപ്പിരിപ്പിക്കുക. അതാണ് അവന്റെ ഏക പണി. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്താണെന്നറിയോ? കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളതാ. ആ കാര്യത്തിൽ പിശാചിന് നല്ല വിജയം വിജയിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ഓരോരുത്തരും കുടുംബത്തിൽ നിങ്ങൾ എടുത്തു നോക്കി നോക്ക്. ചെറുപ്പത്തിലൊക്കെ ഏട്ടനും അനിയന്മാരും വളരെ തോളത്ത് കൈയിട്ടിട്ടും സ്നേഹത്തിന്റെ സ്നേഹമായിരിക്കും അല്ലെ? പെങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ഇപ്പത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഇത് ഏട്ടൻ അനിയനാണോ എന്ന് തന്നെ സംശയമാണ്. അഥവാ അവർ അങ്ങോട്ടും മിണ്ടില്ല ഇങ്ങോട്ടും മിണ്ടില്ല. അതാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞോ, പിശാചിന്റെ നിങ്ങൾക്കിടയിൽ വർഗീയത അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് പിശാചി എന്ന് പറഞ്ഞത്. അത് മുബീൻ, തീർച്ചയായും മനുഷ്യന്മാരുടെ സ്പഷ്ടമായിട്ടുള്ള ശത്രുവാണ് ആര്? പിശാചി എന്നുള്ളത്. ഒരു നിലക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? അവൻ പാവാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാ. പിശാചിനെ ശത്രുവായിട്ട് തന്നെ കാണണം. പിശാച് ഇപ്പൊ ഒരു പക്ഷെ എന്തുണ്ടാവും? ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ടേ ഒരാളെ കുറ്റം പറയാൻ വിചാരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിരുന്ന് കേൾക്കും. കാരണം എന്താ വെച്ചാൽ കേൾക്കാൻ നല്ല സുഖമുള്ള പരിപാടിയാണ്. ആരാൻ്റെ കാര്യമല്ലേ? ആരാൻ്റെ കുറ്റം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസമാണല്ലേ? എന്നാൽ അതേ സമയത്ത് നമ്മളെ കുറിച്ച് ഒരു രണ്ടാൾക്കാർ പറഞ്ഞു നോക്കട്ടെ, നമുക്കില്ലാത്ത പ്രഷർ എവിടെയെങ്കിലൊക്കെ അടിച്ചു കയറും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചോദിക്കാനും പോകും. എന്നാൽ മനുഷ്യന്മാർ ഇതിങ്ങനെ ഒരാൾ നമ്മളോട് വന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ഇത്തക്കുള്ള, നീ ഒന്നും മിണ്ടാതിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാലും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ നന്നാവാനും പോണില്ല, അവന് മാറ്റം സംഭവിക്കാനും പോണില്ല. അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനോട് നല്ല നിലക്ക് പറയാൻ. നേരെ മറിച്ച് നമ്മൾ അവന്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയോ? അവിടെ കുറ്റം പറഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ ചെയ്ത നന്മകളൊക്കെ അവനക്ക് പോകുന്നുള്ളതാ. നമ്മൾ ചെയ്ത നന്മകളൊക്കെ അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരിക്കലും സഹാബികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലയോ സഹാബ, പാപ്പരായവൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇപ്പൊ ഒരാൾ വന്നു ചോദിക്കുക, ആര് പാപ്പരായവൻ എന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ? പണമില്ലാത്ത ആളാന്ന് നമ്മൾ പറയും. പക്ഷെ നബി പഠിപ്പിച്ചു കൊടുത്ത എന്താ അറിയും? ഇതേപോലെ തന്നെ സഹാബിയും പറഞ്ഞു, ദീനാറോ ദർഹമോ ഇല്ലാത്തവനാണ് പാപ്പരായവർ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനല്ല യഥാർത്ഥത്തിൽ പാപ്പരായവൻ. ആരെ പാപ്പരായവൻ എന്നറിയോ? നാളെ പരലോകത്ത് ധാരാളം സൽക്കർമ്മങ്ങളുമായിട്ട് ഒരാൾ കയറി വരും. ധാരാളം സൽക്കർമ്മങ്ങളായിട്ട് കയറി വരും. ഇവന്റെ വിചാരം എന്താ? ഇവന്റെ അടുത്ത് സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നമസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പർവ്വതത്തോളം സൽക്കർമ്മം ഇവന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടാ? ഇവൻ കുറെ പേരെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഉള്ളതും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാ, ഈ മനുഷ്യന് ഞാൻ ഒരാളെ കുറെ കുറ്റം പറഞ്ഞു വിചാരിച്ചോ, ആ കുറ്റത്തിന്റെ തോതനുസരിച്ചിട്ട് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന. അപ്പൊ എന്തായി? അങ്ങനെ എന്റെ സൽക്കർമ്മങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടും എന്റെ കുറ്റം പറച്ചിലിന് തുല്യമായിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക അറിയോ? അവൻ ചെയ്ത തിന്മകളൊക്കെ എനിക്ക് വെച്ച് തരുന്ന അവസ്ഥ. അവനാണ് ജീവിതത്തിൽ പാപ്പരായവർ എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പോഴേ ഇല്ലേ, ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളെങ്ങനെ തിന്നാൻ നല്ല സുഖം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോ, ഒന്നും മിണ്ടാതിരിക്കടാ പറയാം. ഒന്നും ഉണ്ടായിരിക്കടാ പറയാം. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനായി പടച്ചവനായി. നിനക്ക് നല്ല നിലക്ക് പറയാൻ പറ്റുമെങ്കിൽ അവനോട് പോയി പറയൂ എന്ന് പറയാൻ മാത്രമുള്ള ഈമാൻ സത്യവിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഹരം കയറുന്നില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, മനുഷ്യരെ നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആര് നോക്കുക? ശൈത്താൻ നോക്കുക. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു രസം. മനസ്സിലായിട്ട് ഒരാളിങ്ങനെ കുറച്ചിട്ട് തരും, എന്ത് എടി അവൾ അങ്ങനെയാണ് കേട്ടോ പറയും. അപ്പത്തിന് അവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് വരും. പിന്നെ ആ പാടൊരു കത്തിക്കലായിരിക്കും. ഈ കത്തിക്കണ സുഖമാണ് പറഞ്ഞത് എന്ത്? പിശാച് നിങ്ങൾ എന്ത് ചെയ്യണേ? പരസ്പരം തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലായിക്കോ, ഇത് പിശാചിന്റെ പിടുത്തമാണ്, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യമാണ്, എൻ്റെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാണെന്ന് ചിന്തിക്കുക. നാവിന് അവിടെ എന്ത് ചെയ്യുക? അവിടെ നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇനി നാലാമതായി ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ കുറച്ചേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ഒപ്പം ഒരാളിങ്ങനെ കുറേ കളപ്പളാന്ന് സംസാരിക്കുന്ന ഒരാളുണ്ട് വിചാരിക്കുക. അയാളെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും? നമുക്ക് ചിലപ്പോൾ അയാളെ കാണാൻ വെറുപ്പായിരിക്കും. എന്താ വെച്ചിട്ടാ, ഇത് മറ്റെന്താ പറയുക, മോട്ടോർ ഓണാക്കിയ പോലെ ഇങ്ങനെ സംസാരിക്കും.
അല്ലെ? ഇതിങ്ങനെ കേട്ട് 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 എന്ത് ചെയ്യും? ഒപ്പിരിക്കണവർക്ക് വെറുക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് സംസാരിച്ച് നോക്കിയൊക്കെ, നമുക്ക് ആൾക്കാർക്കിടയിൽ ഒരു വില ഉണ്ടാവും, അല്ലെ? പോരാത്തതിന് നമ്മുടെ വാക്ക് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ആൾക്കാർ ചിന്തിക്കുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ എന്തെങ്കിലും കാര്യം പറയാൻ വന്നാൽ നമ്മൾ എന്താ പറയാ? ഓൻ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കൊണ്ട് പോകാറുണ്ട്, നമ്മൾ പോകും. എന്നാൽ നേരെ മറിച്ച് കുറച്ച് സംസാരിക്കുന്ന ഒരാൾ വരികയാണെങ്കിലോ, അയാൾ സംസാരം നമ്മൾ കേട്ടിരിക്കും. കാരണം എന്താ? അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കാര്യം പറയുള്ളൂ, അതിലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും ധാരാളമായി സംസാരിച്ചാൽ അവന്റെ വീഴ്ചകൾ വർദ്ധിക്കുന്നുള്ളതാണ്. മനസ്സിലാണ്ടോ? നമ്മളെ രഹസ്യമൊക്കെ നമ്മൾ വിളിച്ചു പറയും. നിങ്ങൾ കുറേയാണ്ട് സംസാരിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ച പലതും നിങ്ങൾ അവരോട് പറഞ്ഞു പോകും. നമ്മളിങ്ങനെ പറയില്ല എന്നൊക്കെ നോക്കും, പക്ഷേ അതിങ്ങനെ തന്നെ പൊങ്ങി ഒന്ന് ലാസ്റ്റ് എന്താവും? നമ്മൾ രഹസ്യമായി വെച്ച പലതും പരസ്യമാവും. പിന്നീട് എങ്ങാനും ആ കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ രഹസ്യമൊക്കെ ഒരാളെടുത്ത് പരസ്യമാക്കി വിചാരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മനുഷ്യനുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെന്ത് ചെയ്യുക? ഇതൊക്കെ എടുത്ത് എല്ലാവരും പറഞ്ഞ് നമ്മൾ ഒന്നും ഇല്ലാണ്ടാക്കും. അതാണ് പറഞ്ഞത്, കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള വീഴ്ചകളും നിന്റെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളുകൊണ്ടോ. നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സംസാരിക്കുക, പാകത്തിന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ പോയിന്റായി പറയണത് എന്താ അറിയോ? നാവിനെ കുറിച്ച് വിചാരണ ഉണ്ട് എന്നാ. ഈ നാവുണ്ടല്ലോ, നമുക്ക് ഈ അനുഗ്രഹമാണ് ഈ നാവ്, ഇതിനെക്കുറിച്ച് നാളെ പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നുള്ള. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും റെക്കോർഡായി കൊണ്ടേയിരിക്കണേ. നാളെ റബ്ബ് നമ്മളോട് ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി ഉണ്ടാവണം. എന്ത്? റബ്ബേ, എന്തേലും മറുപടി അല്ല കേട്ടോ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള ഒരു മറുപടി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളതാ. ഈ താബി പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു താബി പണ്ഡിതങ്ങൾ മിണ്ടാണ്ടിരിക്കാത്രേ. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ മിണ്ടാത്തത് ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയണത് എന്തറിയോ? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നാളെ പടച്ചവൻ എന്നോട് ചോദിക്കുമല്ലോ, എന്തിനാണ് നീ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാന് തൃപ്തിയുള്ള മറുപടി കണ്ടെത്താതെ ഇന്നേ വരെ ഞാനൊരു സംസാരം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാ. മനുഷ്യന്മാരെ, നമ്മളൊക്കെ മരിച്ചുപോയി വിചാരിക്കുക, റബ്ബ് ചോദിക്കണേ എന്തിനാണ് നീ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ റബ്ബിന് തൃപ്തിയുള്ള ഒരു മറുപടി പറയാൻ എന്നെയും കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അതാ പറഞ്ഞത്, സാധിക്കണം. അതുകൊണ്ട് നമ്മൾ നാവിനെ നല്ല നിലക്ക് ഉപയോഗിക്കുക. ദിക്റും സലാത്തും കൊണ്ടൊക്കെ നമ്മൾ അതിനെ നല്ല നിലക്ക് കൊണ്ടുപോകും. ആരുടെയും കുറ്റവും കുറവും നോക്കി നടക്കാൻ നമ്മൾ ആരല്ല? പടച്ചോനല്ല. മനസ്സിലാട്ടോ? ആരാന്റെ കുറ്റവും കുറവും നോക്കി നടക്കുന്നത് അത് അള്ളാന്റെ പണിയാണ്. അള്ളാന്റെ പണി അള്ള എടുത്തോളും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ നന്നാക്കാൻ നോക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് ചെയ്യും? നമസ്കാരം കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് നല്ല മനുഷ്യന്മാരായിട്ട്, പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് പോവുക, ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹിദുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.